friends, welcome back to my channel and has little world. ഇത് കണ്ടോ, ഞാൻ എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ ആണ്. അപ്പം തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കോളിഫ്ലവർ വെച്ചിട്ടാണ്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലായിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. തട്ടുകടയിൽ മേടിക്കുന്ന അതേ ടേസ്റ്റ് ആവും ഇതിന്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഫുൾ കോളിഫ്ലവർ ആവശ്യമില്ല, എനിക്ക് ഇതിൻ്റെ ഹാഫ് മതി. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇതാ ഹാഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഹാഫ് എടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കൊടുക്കണം. അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് വെള്ളം തുറന്നിട്ടിട്ട് ഇതൊന്ന് ഫുള്ളായിരുന്നു നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്നും കൂടി കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം ചോരാനായിട്ട് നമുക്ക് ഇതാണ്ട് മാറ്റി വെക്കാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ പൗഡറും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ കുറച്ചൊരു മെയിൻ ആയിട്ടുള്ള ഇതിനെക്കാട്ടി ഒരു ക്രഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ബ്രെഡ് ക്രംസ്. ഞാൻ ഒരു 2 ബ്രെഡ് ക്രംസ് ടേബിൾ സ്പൂൺ ആണ് ഇടേണ്ടത്. 2 ടേബിൾ സ്പൂൺ ആണ്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ലൂസാക്കി കിട്ടണം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇടാം. അതൊന്നും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്.
ഡീപ്പ് ഫ്രൈ ആണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എണ്ണ വേണം. കോളിഫ്ലവർ ഇങ്ങനെ മുങ്ങണം. നമുക്ക് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കോരി മാറ്റാം. നമുക്ക് ഓരോ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടപ്പോൾ തന്നെ ഇളക്കാൻ പാടില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ടേ ഇളക്കാൻ പാടുള്ളൂ. ഇപ്പം ഇളക്കിയാൽ അതിൻ്റെ മാവൊക്കെ പോകും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ തണ്ടൊക്കെ നമുക്ക് ഇടാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം അതായിട്ടുണ്ട്. ഇനി നമുക്കിതും കോരി മാറ്റാം. ഞാനിപ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ച കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി മല്ലിയിലും കൂടി ഇങ്ങനെ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റിയാണ്. നല്ല ഇഷ്ടമായി. നല്ല ക്രഞ്ചിയാണ്. അങ്ങനെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ വെക്കാൽ ഞാൻ അങ്ങനത്തെ പുതിയ പുതിയ അടിപൊളി റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ ആ ബെല്ലൈക്കൺ ഒന്നുമില്ല. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും. ഒടുക്കത്തെ ടേസ്റ്റ് എനിക്ക് നിൽക്കാൻ വയ്യ. ഞാനും എൻ്റെ കക്കടുത്ത് ഫുള്ള് തിന്നാൻ പോവാണ്. ടാറ്റാ.